ഷാജഹാൻ ഷെയ്ഖിനെതിരെ നടപടി കടുപ്പിച്ച് CBI. ഷാജഹാനെതിരെ സെക്ഷൻ 307 പ്രകാരം കൊലപാതക ശ്രമം വകുപ്പും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സന്ദേശ് ഖാലിയിൽ ED CRPF ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആക്രമണത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം ഷാജഹാന്റെ വീട്ടിൽ CBI സംഘം പരിശോധന നടത്തിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ഇപ്പോൾ കൊലപാതക ശ്രമം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. മറ്റേതെല്ലാം വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വിവരങ്ങൾ. മഞ്ജുഷ, സന്ദേശ് ഖാലിയിൽ നടന്നിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട വിപുലമായ അന്വേഷണമാണ് ഇപ്പോൾ CBI സംഘത്തിന്റെ ഭാഗത്തുനിന്ന് മുൻപോട്ട് പോകുന്നത്. ഈ സംഭവങ്ങൾ പുറത്തറിയുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുമ്പോൾ ജനുവരി 5-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയും ഒപ്പം CRPF ഉദ്യോഗസ്ഥർക്ക് നേരെയും സന്ദേശ് ഖാലിയിൽ വെച്ച് വലിയ അതിക്രമം ഉണ്ടായിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖിനെതിരെ, നിലവിൽ CBIയുടെ കസ്റ്റഡിയിലുള്ള ഷാജഹാൻ ഷെയ്ഖിനെതിരെ പുതിയ വകുപ്പുകൾ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം ചുമത്തിയിട്ടുള്ളത്. 307 പ്രകാരം കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പാണ് ഇപ്പോൾ വീണ്ടും ചുമത്തിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്ന് സന്ദേശ് ഖാലിയിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ ഷാജഹാൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ. ഈ കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ CBIയുടെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാജഹാൻ ഷെയ്ഖിനെ ചോദ്യം ചെയ്യുകയും ഒപ്പം ഇയാളുടെ വസതിയിൽ CBI സംഘം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. രേഖകളും അവിടെ ഉണ്ടായിരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളും എല്ലാം തന്നെ അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം സന്ദേശ് ഖാലിയിൽ നിന്ന് കൂടുതൽ സ്ത്രീകളുടെ പരാതികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 1500-ലധികം പരാതികൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഭൂമി തട്ടിപ്പ്, കളവ്, ഒപ്പം പറ്റിക്കൽ, അതോടൊപ്പം ലൈംഗിക ചൂഷണം, കൊലപാതക ശ്രമം തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവമുള്ള പരാതികളാണ് ഇതിനോടകം തന്നെ ഷാജഹാൻ ഷെയ്ഖിനെതിരെ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം പോലീസിനെതിരെയും നിലവിൽ മമതാ സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം സന്ദേശ് ഖാലിയിൽ ഇപ്പോൾ ഉയരുകയാണ്. പരാതി നൽകിയവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പരാതി പിൻവലിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അവരെ വീണ്ടും അടിച്ചൊതുക്കുന്നതിനുമുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വനിതാ പോലീസിന്റെ പോലും സഹായമില്ലാതെ അല്ലെങ്കിൽ സാന്നിധ്യമില്ലാതെ സ്ത്രീകളെ ഉൾപ്പെടെ വീണ്ടും പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നു തുടങ്ങിയിട്ടുള്ള പരാതികൾ സന്ദേശ് ഖാലിയിൽ നിന്ന് സ്ത്രീകൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും CBI സംഘം അന്വേഷണം ഏറ്റെടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഷാജഹാൻ ഷെയ്ഖിനും അനുയായികൾക്കുമെതിരെയുള്ള അന്വേഷണം നടപടി കടുപ്പിക്കുകയും കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അന്വേഷണം മുൻപോട്ട് പോവുകയുമാണ്. മഞ്ജുഷ. ശരി, ഷാജഹാൻ ഷെയ്ഖിനെതിരെ നടപടി കടുപ്പിച്ച് CBI. ഷാജഹാനെതിരെ സെക്ഷൻ 307 പ്രകാരമാണ് കൊലപാതക ശ്രമം വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സന്ദേശ് ഖാലിയിൽ ED CRPF ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന അക്രമത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പശ്ചിമ ബംഗാളിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.